എല്ലാവർക്കും നമസ്കാരം. ഔട്ട് ഓഫ് കോർട്ടിലേക്ക് ജനങ്ങൾക്ക് നിയമപരമായി അവബോധം നൽകുന്ന ഒരു ചാനലാണ് ഔട്ട് ഓഫ് കോർട്ട്. ഞാൻ അഡ്വക്കേറ്റ് ജോയ് ജോൺ ആന്റണി. ഇത് വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സെക്ഷൻ കൂടിയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ചർച്ച ചെയ്യാൻ പോകുന്നത്. സെക്ഷൻ 45 BNS അബേറ്റ്മെന്റ്, സെക്ഷൻ 61 ക്രിമിനൽ കോൺസ്പിറസി, കുറ്റപരമായ ഗൂഢാലോചന, കുറ്റപരമായിട്ടുള്ള പ്രേരണ എന്നൊക്കെ പറയാം. എങ്ങനെയാണ് ഈ ഒരു സെക്ഷൻ പ്രശസ്തമായെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ സംഭവമുണ്ടായി. ഒരു പ്രശസ്തമായ ഒരു താരം ഒരു നടിയെ പീഡിപ്പിക്കുവാൻ, അതായത് ഒരു കൊട്ടേഷൻ കൊടുത്ത ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. കേസ് ഇപ്പോൾ കോടതിയിൽ നടക്കുകയാണ്. അതിനകത്തെ പ്രതി പൾസർ സുനിയെ അദ്ദേഹം പ്രേരിപ്പിക്കുകയായിരുന്നു, അല്ലെങ്കിൽ അതിന് കുറ്റകരമായ ഗൂഢാലോചന നടന്നു എന്ന പേരിലാണ് ആ താരം അതിനകത്ത് കുറ്റവാളി അക്യൂസ്ഡ് ആയത്, ആരോപണ വിധേയനായത്. കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അന്നോട്ടാണ് ഈ ഒരു സെക്ഷൻ എന്താണ് ഈ അബേറ്റ്മെന്റ്, അല്ലെങ്കിൽ എന്താണ് ക്രിമിനൽ കോൺസ്പിറസി എന്നൊക്കെ മലയാളി കൂടുതൽ ശ്രദ്ധിച്ചു തുടങ്ങിയത്. എന്താണ് ഈ ഒരു സെക്ഷനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ഒരു കുറ്റം ചെയ്യുവാൻ മറ്റൊരാളെ പ്രേരിപ്പിക്കുന്നു. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ, എ എന്ന് പറഞ്ഞാൽ ബിയോട് പറയുകയാണ്, നീ പോയി സിയെ കൊന്നേക്കുക. അത് ഞാനും മറ്റൊരു ഇഷ്യൂ ഉണ്ട്, എനിക്ക് പോയി ചെയ്യാൻ പറ്റില്ല, പകരം നീ പോയി ചെയ്തേക്കുക. ഒരു കൊട്ടേഷൻ കൊടുക്കുകയാണ്, അല്ലേ? അപ്പോൾ ഈ ഒരു എയുടെ പ്രേരണയാൽ ബി പോയി സിയെ അങ്ങോട്ട് തട്ടുന്നു. ഇതിനകത്ത് സി ഒന്നാം പ്രതിയാണ് ആ കുറ്റകൃത്യം ചെയ്തതിന്. എ അതിന് പ്രേരിപ്പിച്ചതിനും പ്രതിയാകും. ചിലപ്പോൾ 2 or 3 പ്രതിയൊക്കെയായി മാറാം. ഇതാണ് അതിൻ്റെ ഒരു ബേസിക് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഒരുപാട് വകഭേദങ്ങളുണ്ട്. ഇനിയിപ്പോൾ വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പോലീസ് ഓഫീസർക്ക് അറിയാം, ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു കുറ്റകൃത്യത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അയാൾക്ക് അറിയാം. വേണമെങ്കിൽ പ്രതിയും അയാൾക്ക് അറിയാം. പക്ഷേ പ്രതിയാണ് ആ കാര്യം ചെയ്യുന്നതും അയാൾക്ക് അറിയാം. പക്ഷേ പ്രതിയെ സഹായിക്കുവാനായിട്ട് അതിൻ്റെ കാര്യങ്ങൾ അയാൾ പൂഴ്ത്തി വെക്കുകയാണ്, ആരോടും രഹസ്യമായിട്ട് വെക്കുകയാണ്. കുറ്റപരമായിട്ടൊരു നെഗ്ലിജൻസ് അവിടെ, അല്ലെങ്കിൽ ഒരു കാര്യം സൂക്ഷിച്ചു വെക്കുകയാണ്, ഒളിച്ചു വെക്കുകയാണ്. ഇതും ഒരു കുറ്റകൃത്യം തന്നെയാണ്, ഒരു പ്രേരണ തന്നെയാണ്, ആ കുറ്റകൃത്യത്തിലുള്ള പ്രേരണ തന്നെയാണ്. അത്തരം കേസുകളിൽ ആ ഉദ്യോഗസ്ഥരെതിരെയും അബേറ്റ്മെന്റിന് നമുക്ക് കേസ് എടുക്കാവുന്നതാണ്. ഒരു 7 വയസ്സുള്ള അല്ലെങ്കിൽ 8 or 9 വയസ്സുള്ള അല്ലെങ്കിൽ കൊച്ചുകുട്ടിയോട് ഒരാൾ പറയുകയാണ്, ഒരു വിഷക്കുപ്പി കൊടുത്തുകൊണ്ട് പറയുകയാണ്, മോനെ ഇത് വീട്ടിൽ കൊണ്ടുപോയി അച്ഛൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇത് കലക്കുക എന്ന് പറഞ്ഞുകൊണ്ട്. അവനറിയില്ല അത് വിഷമാണെന്ന് അറിയില്ല. അങ്ങനെ കലക്കി കൊടുത്തു കഴിഞ്ഞാൽ അച്ഛൻ മരിക്കുമെന്നൊന്നും ആ കുഞ്ഞിനറിയില്ല. കൊച്ചു കുഞ്ഞാണ്, ഈ കൊടുക്കുന്നയാൾ കുഞ്ഞുമായി പ്രിയപ്പെട്ട ആളാണ്. ആ പ്രേരണയിൽ ആ കുഞ്ഞു കൊണ്ട്, ആ വിഷം കൊണ്ട് ആ ഭക്ഷണത്തിൽ കലക്കുന്നു. തൽക്ഷണമായി അയാൾ മരിക്കുന്നു. ഇവിടെ ആ കുട്ടിയെ പ്രേരിപ്പിച്ചതിന്, ആ കുറ്റകൃത്യം ചെയ്യിച്ചതിന് അയാൾ പ്രതിയായി മാറുകയാണ്. കുട്ടിയെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്ക് അതൊരു ലീഗൽ ആക്ട് ആണെന്ന് അറിയില്ല, അത്ര ബോധമുള്ള കുട്ടിയല്ല. ആ കുട്ടി രക്ഷപ്പെടും, ആ പ്രേരിപ്പിച്ചയാൾ ഒന്നാം പ്രതിയായിട്ട് മാറും. ഇനി മറ്റു രീതി പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇപ്പോൾ മെന്റലി ചലഞ്ചറായിട്ടുള്ള ഏതെങ്കിലും ഒരു കുട്ടിയുടെ കയ്യിൽ ഒരു തീപ്പെട്ടി കൊടുത്തിട്ട് പറയുകയാണ്, മോൻ ഇതുകൊണ്ട് വീട്ടിൽ അങ്ങോട്ട് കത്തിച്ചേക്കുക എന്ന് പറയുകയാണ്. ആ കുഞ്ഞിനറിയില്ല തീപ്പെട്ടി ഉരച്ച് തീ പിടിപ്പിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് പെട്രോൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കത്തിപ്പോകുന്ന ആ കുഞ്ഞിനറിയില്ല, അത് ലീഗൽ ആക്ട് ആണെന്ന് പുള്ളിക്ക് അറിയില്ല. അപ്പോൾ ഇയാളുടെ പ്രേരണയിൽ ആ ഒരു കുഞ്ഞ് അത് ചെയ്യുന്നു. അത്തരം കേസുകളിലും ഈ അബേറ്റ്മെന്റ് അവിടെ വർക്കൗട്ട് ആവുകയാണ്. ഇയാൾ തന്നെ ഒന്നാം പ്രതിയായി മാറും. സ്വാഭാവികമായിട്ടും മെന്റലി ചലഞ്ചറായിട്ടുള്ള, അതിനെക്കുറിച്ച് ബോധമില്ലാത്ത ആ കുഞ്ഞ് ആ കേസിൽ നിന്ന് വേണമെങ്കിൽ പുറത്താകും. ഇനിയിപ്പോൾ ഡ്രങ്കൻ, അല്ലെങ്കിൽ മദ്യത്തിൽ അഡിക്ഷനായിട്ട് നിൽക്കുന്ന ഒരാളെ പ്രേരിപ്പിക്കുകയാണ്, പോയി തല്ലടാ, പോയി കൊല്ലടാ എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ഭ്രാന്തനോട് പറയുകയാണ്, പോയി കൊല്ലടാ, തല്ലടാ എന്ന് പറയുകയാണ്. ഇത്തരം കേസുകളിലും പ്രേരിപ്പിക്കുന്നയാളാവും സുപ്രധാനമായ പ്രതി. നമുക്കറിയേണ്ട ഒരു കാര്യം, ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട ഒന്നാണ് ക്രിമിനൽ കോൺസ്പിറസി എന്ന് പറയുന്നത്. 2 പേരോ അതിലധികം ആൾക്കാർ ഒന്നിച്ചിരുന്ന് തീരുമാനിക്കുകയാണ്, നമ്മുടെ ഈ ഒരു കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമുക്ക് എതിരാളിയായിട്ട് ഒരിടത്തിലുണ്ട്, അവനെ നമുക്ക് തട്ടിയേ പറ്റുള്ളൂ. അതായത് ഒരു കുറ്റകരമായ ഒരു ഗൂഢാലോചന നടത്തുകയാണ്. അവരുടെ തീരുമാനം എടുക്കുകയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കൊട്ടേഷൻ ആളിനെ കൊടുക്കാം. ആ കൂടുതൽ ഒരാൾ പോയിട്ട് പ്രേരണ കൊടുക്കുകയാണ്, നീ പോയി, ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, പോയി അവനെ ഇങ്ങോട്ട് കൊന്നേക്കുക. ഇതൊരു കുറ്റകരമായ ഗൂഢാലോചനയാണ്. ഒരു ഇലീഗൽ ആക്ട് ചെയ്യുവാനായിട്ട് കുറച്ച് പേർ സംഘം ചേർന്നുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണ്. ഇവർ ബേസിക്കലി ആക്ട് ചെയ്യണം എന്ന് നിർബന്ധമില്ല. ഇവർ ആ കുറ്റകൃത്യം ഡയറക്റ്റ് ഇൻവോൾവ് ആവണമെന്ന് നിർബന്ധമില്ല. ഇവർ ചെയ്യിപ്പിച്ചാൽ മതി. അതായത് മെന്റൽ ഇന്റൻഷൻ, ആവശ്യം ഇവരുടേതാണ്. ആ കുറ്റകൃത്യം ചെയ്യിക്കുന്നവരുടേതാണ് ഈ ആവശ്യം. അതുകൊണ്ട് തന്നെ അവർ ഈക്വൽ ടു ഈ ഒരു കുറ്റവാളികളായിട്ട് മാറും എന്നുള്ളതാണ് സത്യം. അതായത് ഒരു ആക്ട് ചെയ്യാൻ നിങ്ങൾ പോകുന്നു, ആ ആക്ട് ഇവർ ഡയറക്റ്റ് ഇൻവോൾവ് ആവണമെന്ന് നിർബന്ധമില്ല. ഇവർ ഡയറക്ഷൻ കൊടുത്താൽ മാത്രം മതി. ഇനി മറ്റൊരു കേസിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കുറ്റകൃത്യം ചെയ്യാൻ നിങ്ങൾ ഈ ഒരു എ എന്ന് പറഞ്ഞാൽ ബിയോട് പറയുകയാണ്, അയാളെ പോയി നീ തട്ടിയേക്കുക. ബി പേടിച്ചു പോയി. ബി പക്ഷേ ഈ കുറ്റകൃത്യം ചെയ്തില്ല. ബി ഈ കുറ്റകൃത്യം പോലീസിനെ അറിയിക്കുകയാണ്, ഇത് ഇങ്ങനൊരു സംഭവം ഉണ്ട് സാറേ, എൻ്റെ അടുത്ത് ഇങ്ങനെ സിയെ കൊല്ലാൻ പറഞ്ഞു എന്ന് പറയുകയാണ്. ഇത്തരം കേസുകൾ തീർച്ചയായിട്ടും
സി അവിടെ ഒരു ദൃക്സാക്ഷിയായിട്ട് മാറും. ഒപ്പം തന്നെ എ ആ കുറ്റകൃത്യത്തിന് അറസ്റ്റിലാവും. സ്വാഭാവികമായിട്ടും എ ആ കുറ്റകൃത്യം ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. പക്ഷേ ബി ഭയന്നിട്ടോ അല്ലെങ്കിൽ ഒക്കെയാണ് ഈ കുറ്റകൃത്യം ചെയ്യാതിരുന്നത്. ആ ബിയുടെ ഒരു മനസാന്നിധ്യം കൊണ്ടാണ് ആ കുറ്റകൃത്യം നടക്കാതിരുന്നത്. അതായത് എ ഓൾറെഡി കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞു, ബി അത് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇത്തരം കേസുകളിലും അതൊരു ഒഫൻസായിട്ട് മാറും എന്ന് ഓർക്കുക. അതായത് അബേറ്റ്മെന്റ് എന്നാൽ ഒരാളെ നമ്മൾ പ്രേരിപ്പിക്കുകയാണ് ഒരു കുറ്റകൃത്യം ചെയ്യുവാൻ, ഇല്ലീഗലായിട്ടൊരു ആക്ട് ചെയ്യുവാനായിട്ട് ഒരാളെ പ്രേരിപ്പിക്കുന്നതെല്ലാം ഈ ഒരു സെക്ഷന്റെ കീഴിൽ വരും. അത് ചെറുതോ വലുതോ ആയിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും ആ ഒരു സംഭവം ഒക്യൂറൻസ്, ആ ഒരു സംഭവം കമ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. അത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നവരൊക്കെ അകത്തായി പോകും എന്നുള്ളത് പ്രത്യേകം ഓർത്തിരിക്കുക. ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് സംശയങ്ങൾ ചോദിക്കാവുന്ന, എന്തൊക്കെയാണ് അബേറ്റ്മെന്റ്, എന്തൊക്കെയാണ് ഇത്. എന്തായാലും ഔട്ട് ഓഫ് കോർട്ടിന്റെ അടുത്ത എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.